ഹായ് ഫ്രണ്ട്സ്, രാവിലെ തന്നെ ചൂടുവെള്ളം എടുക്കാറുണ്ട് കേട്ടോ. ചൂടുവെള്ളം ഇവിടെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇവിടെ ചൂടുവെള്ളം എടുക്കല് കേട്ടോ. ഈ ഒരു പാത്രത്തിൽ നിന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ പോകാൻ നിൽക്കുകയാണ്. അതിന് മുമ്പ് ഇന്നലെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് ബാക്കിയുണ്ടായി. അപ്പോൾ അത് അവിടെ ചൂടാക്കാൻ കൊടുത്തിന് മുപ്പരത്ത്. അതേമാതിരി ചായക്ക് പറഞ്ഞു ചൂടാക്കിയാണ് കുറച്ച് ഇതും പറഞ്ഞിട്ടുണ്ടോ, കുറച്ചുകൂടി ഏറെ പറഞ്ഞു. ഇപ്പോൾ ചായ വരും. വെയിലായി, നല്ല തണുപ്പേനി. രാവിലെ നീച്ചപ്പോൾ 10 ഡിഗ്രി ഇവിടെ തണുപ്പ് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പിന്. ബ്ലാങ്കറ്റിലുകൊണ്ട് പൊതച്ച് വീട്ടിൽ കടന്നത്. ഇന്നിപ്പോൾ നമ്മളുള്ളത് ദർബുക്കിലാട്ടോ. സ്റ്റേ ഇന്നലെ എടുത്തത് ഇവിടെയാണ്. വണ്ടി സർവീസും കാര്യങ്ങളായിട്ട് അങ്ങനെ കുടുങ്ങി ഇവിടെ. പിന്നെ ഇന്നിപ്പോൾ നമ്മളെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ ആദ്യം പാങ്ങോങ് പോയി ലേക്കും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യും അല്ലേ. അത് കഴിഞ്ഞിട്ട് എടുക്കണേ ഹാലയിലാണ്. അപ്പൊ ഇന്ന് സ്റ്റേ ചെയ്യാൻ വിചാരിക്കണം. നാളെ നോക്കാം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഉംലിംഗില പിന്നെ അങ്ങനെയാണ് പ്ലാനിങ് കേട്ടോ. നോക്കാം, പ്ലാനിങ്ങുകളൊന്നും സാധാരണ നടക്കാറില്ല. പിന്നെ പൂർണ്ണമായിട്ട് പോട്ടെ, അത്രയാണ്. ചായ രസമുണ്ട്, തണുപ്പത്ത് നല്ല ചൂട് ചായ. കേരളത്തിനെക്കാട്ടിൽ വിദ്യാഭ്യാസം ഇവിടെ കൂടുതൽ. ചെറിയ ചെറിയ കുട്ടികളൊക്കെ തന്നെ കമ്പ്യൂട്ടറിനൊക്കെ പെരുങ്കളി അങ്ങനത്തെ സ്പീഡ്. കമ്പ്യൂട്ടർ അതല്ലാതെ തോടാത്ത കമ്പ്യൂട്ടറിലേക്ക് കഴിച്ചോ. ഓരോ മാത്രം കാണാം. അങ്ങനെയുണ്ട്. പോളറൈസറാണ്. രാവിലെ തന്നെ അവിടെ കൂലി അടക്കുന്നുണ്ടോ. പല്ലേപ്പം കൂലിയൊക്കെ രാവിലെ തന്നെ അവിടെ നടക്കുന്നത്. അവിടെ കല്ല വെയിലാണ്. നമ്മൾ വണ്ടി കയറി അടക്കണേ. ചതിച്ചു ചതിച്ചു. നമ്മൾ ഭയങ്കര വിദ്യാഭ്യാസം വീഴാണ്ട് ചക്ക രാവിലെ തന്നെ വരും വെയിമാണ് അവിടെ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയാലും സമയമാകട്ടോ. നല്ല വെയിലായി. വെയിലത്ത് നല്ല ചൂടാണ്, അല്ലെങ്കിൽ നല്ല തണലാണ്. ഒന്നും പറഞ്ഞേ. അപ്പോൾ വണ്ടി ഒരു എടുക്കട്ടോ. വണ്ടി അവിടെ ലൂബ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വായിസ്. ഇനി നേരെ പാങ്ങോങ് കേട്ടോ. ഇവിടുന്ന് ആഗസ്റ്റ് 10 കിലോമീറ്റർ നമുക്ക് ഉള്ളൂ റൺ ചെയ്യാൻ. ഇന്നലെ പോകാൻ എന്താണെന്ന് വെച്ചാൽ അവിടെ പോണ വഴി നല്ല രസം. ഇന്നലെ വന്ന വഴിയെ കണ്ടില്ല, അതേപോലത്തെ അടിപൊളി വഴികളാണ്. അത് കാണണമെങ്കിൽ പകൽ തന്നെ പോകണം. രാത്രി പോയാൽ ജസ്റ്റ് നമുക്ക് ഈ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം മാത്രമേ കാണൂ. സൈഡും കാര്യമൊന്നും കാണാൻ കഴിയട്ടോ. വായിച്ചോട് ആടിനെ കേൾക്കണം. ആടിനെ 2 ചെവി പിടിച്ചിക്കണാക്കണ് അനങ്ങാതെക്കാൻ. ഓരോരോ കോമഡി ഇതിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ നോക്കിയപ്പോഴാണ് ലൈറ്റ് 2 ഭാഗത്തും സോളാർ കേട്ടോ. കുറേ ദൂരമുണ്ട്. ഞാൻ കുറേ പോകുന്നപ്പോൾ ഇങ്ങനെ കണ്ട് 2 ഭാഗത്തും രാത്രി സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ട് സോളാർ വെച്ചിട്ടാണ്. നമ്മളിങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോൾ കേട്ടോ ഹോട്ട് സ്പ്രിങ് അതേമാതിരി പാങ്ങോങ് ലൈക്കൊക്കെ ഈ റൂട്ട് തന്നെയാണ്. അതേപോലെ ഇവിടെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വ്യൂ പോയിൻ്റാണ്. ഈ പച്ച മരുഭൂമിയിൽ നല്ല പച്ചപ്പ്, ആടാള്, നല്ല രസമുണ്ടോ. ചെറിയൊരു ഇതേ കൂടെ പോകുന്നു. നല്ല പച്ചപ്പാണ്. ശരിക്കും നമ്മുടെ നാട്ടിലത്തെ പാടത്തിൻ്റെ അതേപോലെയാണ്. ചവിട്ടേ പൂണ്ടി പോകുന്നൊരു ഫീൽ. ഇപ്പോൾ നല്ല രസം കേട്ടോ. പച്ചപ്പ്, ഇവിടെ പക്ക മരുഭൂമി. എന്താ കളറെന്നാ ആ കളറുണ്ടെങ്കിൽ ഒരു ഗോൾഡിഷ് കളർ. അവിടെ ഇവിടെ പച്ച. കുറച്ച് ഷോട്ടുകളൊക്കെ ഇങ്ങനെ ഡ്രോണിലെടുത്ത് അപ്പം പിന്നെ അവിടെ ഇരുന്നാലപ്പം കസാല ഇറക്കും. കസാല ഇടയ്ക്ക് കുത്തിറക്കും. വരുന്ന വഴിക്ക് ഒരു പച്ച കളർ തടാകം. അപ്പോൾ അത് കണ്ടുകൊണ്ട് തിരിഞ്ഞ് കുറച്ചു പകുതി പച്ച കളർ ഊരുന്നുണ്ട്. കണ്ടുവരാണ് അതിൻ്റെ അടി കൂടെ കാണും. നമ്മൾ ഏകദേശം എത്തിയിട്ട് അവർക്ക് ഏതോ സൈഡിലെത്തിട്ടാണ്. കളർ പല പല കളറിടോ. നീല, പച്ച, അങ്ങനെ പല പല ഇതാണ്ട്. അപ്പുറം തന്നെ മഞ്ഞുമല. അവിടെ നേവിന്റെ ബോട്ടൊക്കെ ഇത് കൂടെ ഇങ്ങനെ പോകുന്നുണ്ടോ. ആ രസം. വെറുതെ ഇങ്ങനെ ഇറങ്ങിയൊക്കെ റോഡ് കൂടെ ഇങ്ങനെ. ഞങ്ങളെ പാങ്ങോങ്ങിലേക്ക് ചാരിങ്ങ ചെറിയൊരു ഗ്രാമത്തിക്ക് ഒരു വഴിയുണ്ട്. അതിൽ കൂടെ അങ്ങനെ വെറുതെ വന്നു കേട്ടോ. ഗ്രാമം കണ്ടില്ല നിങ്ങള്? എന്താ രസം. പല പല കളർ. നിങ്ങൾ നോക്കിയേ മഞ്ഞുമല. എന്നും നമുക്ക് ദൂരത്തുനിന്ന് കാണാൻ മാത്രം യോഗമുള്ളൊരു മഞ്ഞുമല. അതും കുറേ ഉണ്ട് കേട്ടോ. ഇക്കുറി സാധാരണ നമ്മൾ ഇത്ര കാണല്ലോ, ചെറിയ ചെറിയത് കാണല്ലോ. ഈ ഗ്രാമം കണ്ടെങ്കിൽ എന്തോ രസം. പച്ചപ്പ് നിറഞ്ഞൊരു ഗ്രാമത്തിലൂടെ ഞങ്ങൾ ഉടുപ്പൊന്നും ഐഡിയില്ല.
നമ്മള് വന്നത് വെറുതെ കേട്ടോ. ഈ റൂട്ട് തന്നെയാണ് ഹോട്ട് സ്പ്രിംഗിന്റെ റൂട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാല് എത്താറ് നൈസായി ചൈന ബോർഡർ ആട്ടോ. ഈ റൂട്ടിന് പോയി കഴിഞ്ഞാല് അടിപൊളി. ഹോട്ട് സ്പ്രിംഗിന്റെ അവിടെ നിന്ന് നമുക്ക് ചൈന ബോർഡറും കാണാമെന്ന് മൂപ്പര് പറയുന്നുണ്ട്. ഇത് ഇൻഡോ ടിബറ്റന്റെ ബോർഡർ ആട്ടോ. ഇവിടെ പോണ വഴിക്ക് നമുക്ക് പെർമിറ്റ് ഉണ്ട് കേട്ടോ. ഇന്നർ ലൈൻ പെർമിറ്റ് കാണിച്ചു കൊടുക്കണം, എന്നിട്ട് നമുക്ക് ഈ റൂട്ടിന് പോകാൻ പറ്റുള്ളൂ. ഹോട്ട്സ്പോട്ട് റിങ്ങിന്റെ റോട്ട് അതാട്ടോ. അവിടെ ഒരു പെർമിറ്റ് കാണിച്ചു കൊടുത്താൽ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു എന്തായാലും പെർമിറ്റ് മസ്റ്റാണ്. നമ്മൾ നാളെ ഇവിടെ നിർത്ത്. Number 9746390905. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. എന്തോ രസം. ഏതോ റൂട്ട് കൂടെ വന്ന് എടുക്കോത്തി. ഇന്ത്യ ടിബറ്റൻ ബോർഡർക്കാരനോട് പോകുന്നതാണ്. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഷോർട്ട് കട്ട് പിടിച്ചാണ് നമ്മൾ ഹൈവേന്ന്. അതുകൊണ്ട് ആ സാധനങ്ങൾ പോയതിൻ്റെ പേരെത്താറില്ല. കുതിരി അല്ല കൈജലാത്തൊരു സാധനം. അത് എടുത്തുനിന്ന് കാണാൻ വയ്ക്കില്ല. നമ്മൾ വരുമ്പോഴത്തേന് പോയാണ്. വണ്ടി ഓഫായി ഗായ്സ്, വണ്ടി ഓഫായി. ഓരോരോ വണ്ടി ഓരോരോ സ്ഥലത്ത് പോയി മുട്ടി. അപ്പോൾ 450cc അവിടെ മുട്ടി, 400cc ഇതവിടെ, 310 അവിടെ കിടക്കണ്. അത് ബാക്കൊക്കെ നോക്കി ഗായ്സ്. മഞ്ഞുമല അടിപൊളി റൂട്ട് കേട്ടോ. നിങ്ങൾക്ക് വിഷ്വൽ എത്ര ഇഷ്ടപ്പെട്ടു എന്ന് അറിയില്ല. ഓനെ ടെമ്പറേച്ചർ ഹീറ്റായി. ഇത് ലീക്ക് ആവില്ലല്ലോ. ആ കൂളൻ്റെ അടിച്ചാൽ മതിയായി. കൂളൻ്റെ ലീക്ക് ആയിട്ടോ. അവൻ്റെ ഹീറ്റ് ആയിട്ടാണ് എന്നാണ് ഗായ്സ്. നല്ല പേടല്. 2 വണ്ടിയുടെ കിടക്കുന്നത്. ഒന്ന് ഞാനിപ്പോൾ നല്ല കയറി പോയിരുന്നു. അവൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. അവൻ്റെ നിന്നാലേ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ നല്ലൊന്ന് കഴിച്ചോട്ടെ. ഞാനൊക്കെ കയറി കിട്ടിയത് കഴിച്ചായി. ഇവിടുന്ന് കുറച്ചും കയറി കഴിഞ്ഞാൽ നല്ല റോഡാണ്. ഇവിടെ ഇങ്ങനെ നിരപ്പാണ്. ഈ ഒരു കുത്ത് മാത്രമേ പ്രശ്നം. കഴിച്ചോട്ടെ. തിരിക്കട്ടോ. മോൾക്കൊന്നുമില്ല. മാറുപ്പിൻ്റെ വണ്ടി കയറി പോയി. ഒന്ന് നോക്കി അടുത്തില്ല. തിരിച്ച് ആയിക്കാൻ പോകണം. നമ്പർ 850 വണ്ടിയാണ്. ഒക്കെ വലിയ മുട്ടാണ്. ആൾട്ടിറ്റ്യൂഡ് എത്ര ഒന്നും ഒരു ഐഡിയ ഇല്ല. നമ്മള് ചെക്ക് പോസ്റ്റിന് അവിടെ വന്നപ്പോ 14,000 അടിയാണ്. അത് കഴിഞ്ഞിട്ട് കൊറേ കയറി. നല്ല കുഴക്കുണ്ട്. വണ്ടി ഒന്നാമത് ആയിരട്ടായിട്ട് നിന്നു. പിന്നെ വലിയ മുട്ടി ഒക്കെ പാടായി. അല്ലെങ്കിൽ ഈ കയറ്റൊക്കെ സിമ്പിളായി കയറണോ. നമ്മുടെ നാട്ടിലത്തെ കയറ്റം എത്രയൊക്കെ തന്നെ ഉള്ളൂ. കയറ്റത് വരി തന്നെ മുട്ടി കയറേണ്ട പ്രശ്നമാണ്. നമുക്ക് നല്ല കഥപ്പിണ്ട് നടന്നു. $18,000 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല ഹൈറ്റാണ്. പിന്നെ എങ്ങനെ കയറ്റം കയറി പോയതൊക്കെ നമ്മൾ എടുത്തിട്ടില്ല. ഓടി തന്നെ. ഇതിന്റെ അപ്പുറം നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ഹോട്ട് സ്പ്രിംഗിക്ക് നമുക്ക് അലോടല്ല. പിന്നെ ഇവരൊക്കെ തമിഴ് തേനിന്നൊക്കെ വന്ന പട്ടാളക്കാരാണ്. അപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത് കഴിഞ്ഞ വർഷം ഇവിടേക്കും അലോഡില്ലേന്. ഇതിന് താഴെ നമ്മൾ കണ്ടില്ലേ, അവിടെ വരെ അലോഡുള്ളതിന്. അവിടെ കുറെ മലയാളികൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. നമുക്ക് പോകാൻ അലോഡില്ല. ശരിക്കും വെള്ളം ഇങ്ങനെ മേലേക്ക് കുമിളായിട്ട് പൊന്തി വരുവാണ്. നല്ല ചൂട് വെള്ളം വരിക. നല്ല കഥപ്പുണ്ട്. ഫുഡ് ഓനെ നല്ല ഇതായിക്കണം. കുറെ അവിടുന്ന് വീഡിയോ കണ്ടില്ല നിങ്ങള്. നല്ല പ്രശ്നമുണ്ട്. ഫുഡ് കഴിക്കണം. അപ്പോൾ ഇവിടുത്തെ ഇൻചാർജ് പറഞ്ഞത് തേനീത്തെ സാറാണ്. മൂപ്പരാറിന് ഉള്ളില് സെറ്റപ്പ് ഉണ്ട്. ഇവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഫുഡ് വേണമെങ്കിൽ ഉണ്ടായിക്കോളി. എന്താ അങ്ങനെ അതാണ് ആ ടയറിനോട് ഒച്ചയിട്ടില്ല.
ചാടി വെച്ചോ ചാടി ചോദിച്ചേ പണിയും കൂടി കിട്ടി. പറഞ്ഞിട്ടുള്ളത് ഇവിടെ 45 ഡിഗ്രി മൈനസ് കിട്ടോ ആവുന്ന പറഞ്ഞു. അതേപോലെ നമ്മളെ ആ ഒരു ഏരിയ പകുതി മഞ്ഞൊക്കെ ഇറങ്ങാറ്. അവരതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങലൊക്കെ പറ്റത് കോരി കളഞ്ഞിട്ടൊക്കെ ഇറങ്ങല്. അതൊക്കെ നിങ്ങൾ സിമെന്റ് ഇട്ട് പൂട്ടിയതാണ് ഉള്ള്. ഓരോരോ അവസ്ഥ കേട്ടോ. ഇപ്പൊ തന്നെ നല്ല തണുപ്പാണ്. ഓരോരോ പെടലും ഓരോരോ അനുഭവങ്ങൾ പറഞ്ഞമാതിരി ഇന്ന് നമ്മള് ഇതുപോലെ ആർമിന്റെ മറ്റൊരു ക്യാമ്പിൽ ഉണ്ടോ ഇവര് താമസിക്കണ ഇതങ്ങനെ നമ്മളെ മാഗി വീണ്ടും തിളക്കുകയാണ് ഗായ്സ്. ഇവരെ വെള്ളമൊക്കെ കേട്ടോ ഇവര് ചൂടാക്കണ സെറ്റപ്പാണത്. അതിന് വെള്ളം എടുത്താണ് ഉണ്ടാക്കണേ. ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ അത്യാവശ്യം ആൾട്ടിറ്റ്യൂഡ്. അപ്പൊ അങ്ങനെ 60 തട കുത്തുന്ന കാര്യമായിട്ട് എത്രടി പടം കാണല്ലേ ഒരു സൗകര്യമില്ലാത്തൊരു മനുഷ്യന് വീട്ടിലങ്ങനെ പോരും എവിടെ സൈഡാക്കി അവിടെ കുത്തുന്ന പടം കാണാം. കുഴപ്പമില്ല ഏൽപ്പിച്ചിരിക്കുന്നു അല്ല ജോലിരുന്നു. അങ്ങനെ നമ്മളെ മാഗി റെഡിയാണ് ഗൈസ്. മിലിറ്ററി ക്യാമ്പിൽ വെച്ച് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. വന്നേ ചെറിയൊരു പണി ഇതിമൊക്കെ ആയിട്ടുള്ള റിസ്ക്കാണ്. പൈമക്ക് സൂട്ടാവും. പൈമ വെച്ചുകൊണ്ട് ലഗേജ് കുറച്ച് സീറ്റുമലാക്കി ബാലൻസ് ചെയ്താലേ കൊണ്ടാൻ പറ്റും. ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതോ വണ്ടിമ സാധനം മാറ്റി കഴിഞ്ഞിട്ടോ. ഈ വണ്ടിമൊക്കെ പെട്ടിങ് ആയിട്ട് സാധനം നേരെ തിരിച്ചു കഴിഞ്ഞു. ഒറ്റ മതി 100 രൂപ കുഴപ്പമില്ല ആള്. അപ്പോൾ ഇനി ഇവരോട് ഇവിടെ പറഞ്ഞ് പോകാം. നമ്മള് ഹൈയസ്റ്റ് മോട്ടറബിൾ പാസ് എന്ന് പറയുന്നത് കർദുംല പാസ്. അത് 17,000 അടിയാണ്. ഇത് നമ്മളിപ്പോൾ ഉള്ളത് 18,000 അടിയാണ്. അതുക്കും മേലെ ഒരു സ്പ്രിംഗ് വാട്ടർ നമ്മൾ കുറച്ച് അപ്പുറത്താണ്. അടുത്ത് നമുക്ക് പരോടല്ല. ഇവിടേക്ക് തന്നെ ഈ കൊല്ലാണ് വണ്ടികൾ വരാൻ തുടങ്ങി. കഴിഞ്ഞ കൊല്ലം ഇങ്ങോട്ടും വരില്ല. അതിന് താഴെയല്ല നമ്മൾ നിന്ന് അവിടെ വരെ വിടുള്ളൂ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മഞ്ഞ് നമുക്ക് തൊടാൻ കിട്ടോ. ഇതുവരെ വന്നിട്ട് നമുക്ക് തൊടാൻ കിട്ടാത്തതാണ്. വായിച്ചൊക്കെ മഞ്ഞ് കളിക്കാൻ തുടങ്ങിനെ. നമ്മൾ ചെറുതേ ഉള്ളൂ എന്നാലും അതൊരു രസമാണല്ലേ. കുറേ മലൻ്റെ മുകളിൽ മഞ്ഞിട്ട് തൊടാൻ കിട്ടിയിട്ടില്ല. ഇനി മഞ്ഞിൽ കളിക്കുന്നു ആരോടാ പറഞ്ഞല്ലോ ലഡാക്കൊന്നിട്ട് മഞ്ഞിട്ടില്ല. അടിയോരട്ടി പൊടിഞ്ഞ് ഹോട്ട് സ്പ്രിങ്ങിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നപ്പോൾ കുറച്ച് ടീംസ് വന്നു കേട്ടോ. മഹാരാഷ്ട്ര ടീംസാണ്. ഇതിൽ എണ്ണ ഒരാൾക്ക് കഴിയാനൊക്കെ ഇറങ്ങും. അപ്പോൾ തൽക്കാലം ഇത് 2 ക്യാൻ എണ്ണ ഉണ്ട്. ഒന്ന് ഇതിലുണ്ട് ഒന്ന് വണ്ടിയിലുണ്ട്. ഒന്നിലെണ്ണ അടിച്ചെടുത്തോണ്ട് നമുക്ക് താഴെ നടിക്കാം. നമുക്ക് ഇതല്ലാതെ ഒരു ഫുൾ ടാങ്ക് തന്നെയാണ്. കുറച്ച് 2 വണ്ടിയിലുണ്ടല്ലോ. ഇതിലൊന്നല്ല അതിലൊന്നല്ല ഒന്നില് വണ്ടി എണ്ണ പോകാനില്ല. നമ്മളോട് നിർത്തിട്ടോ വണ്ടിയൊക്കെ സെറ്റാണ്. ഇരുട്ടായി. നേരത്തെ നമുക്ക് ആരുടെ കുത്തിലേനി 6:38 സമയം ഇരുട്ടായി. ഇന്നലെ ഇവിടെ -4 ഡിഗ്രി ആയിരുന്നു പറഞ്ഞ അവിടുന്ന്. ഇവിടെ മാക്സിമത്തിൽ ഇപ്പോൾ 40 ഡിഗ്രിയാ. -45 ഡിഗ്രി തണുപ്പ് വരുന്ന പറഞ്ഞു. നമ്മൾ ഊരിനെക്കാട്ടൊരു തണുപ്പാണ്. അപ്പോൾ തന്നെ നല്ല തണുപ്പാണ്. നമ്മൾ ഗ്ലോബൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കാൻ തന്നെ.